നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഒരു യുദ്ധത്തിന്റെ ശബ്ദം മാത്രമല്ല, ലോകവ്യാപകമായ സാമ്പത്തിക ചലനങ്ങളുടെയും മനുഷ്യാവകാശ പ്രതിസന്ധികളുടെയും കാറ്റുകൂടി ഇവിടെ വീശി തുടങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ ഉപരോധം ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള കടൽ ഗതാഗതത്തെ തന്നെ ലക്ഷ്യമിട്ട് ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം എന്നതിലുപരി ആഗോള വ്യാപാരത്തിന്റെ രക്തയാനികളായ കടൽപാതകളെ പിടിച്ചുകെട്ടാനുള്ള അപകടകരമായ നീക്കമായി മാറുകയാണ്. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ പുതിയ ഉപരോധം ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 7:30 നിലവിൽ വന്നു. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പോവുകയും വരികയും ചെയ്യുന്ന കപ്പലുകളെ രാജ്യഭേദമില്ലാതെ തടയുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റേതല്ലാത്ത തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ ഹോർമോസ് വഴി കടത്തിവിടുമെന്നും പറഞ്ഞു. അതേസമയം ഹോർമോസ് പൂർണ്ണമായി ഇറാന്റെ നിയന്ത്രണത്തിൽ തുടരുമെന്നും അതിലൂടെ സൈനികേതര കപ്പലുകൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പടക്കപ്പലുകൾ ഹോർമൂസിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി. US നാവികസേനാ കപ്പലുകൾക്ക് നേരെ വന്നാൽ ഇറാന്റെ കപ്പലുകളെ തകർക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. ഉപരോധത്തെ സർവാത്മന പിന്തുണയ്ക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം US നാവികസേന പൂർണ്ണമായും തടയുമെന്ന് ഞായറാഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അത് സംഭവിച്ചാൽ പേർഷ്യൻ ഒമാൻ ഉൾക്കടലുകളിലുള്ള എല്ലാ തുറമുഖങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുദ്ധത്തിന് ശാശ്വത സമാധാനം ഉണ്ടാക്കാനായി പാകിസ്ഥാനിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും നടന്ന ചർച്ച പരാജയപ്പെട്ടതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. യുദ്ധം തുടങ്ങിയ ശേഷം ഇറാൻ ഹോർമൂസ് അടച്ചുവെങ്കിലും ഇന്ത്യ, ചൈന, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകളെയും ഇറാന്റെ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളെയും കടത്തിവിട്ടിരുന്നു. ഹോർമൂസ് അടച്ചിനെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ട്രംപ്. പിന്നീട് ഹോർമൂസ് തുറക്കുക തന്റെ ഉത്തരവാദിത്വമല്ല എന്നും അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അത് നോക്കട്ടെ എന്നും നിലപാടെടുത്തു. അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ കടലിടുക്ക് അടച്ചിരിക്കുന്നത്. എണ്ണ വെച്ച് പണം നേടാൻ ഇറാനെ അനുവദിക്കില്ല എന്ന് ട്രംപ് ഈയിടെ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഹോർമൂസിലൂടെ പോകുന്ന കപ്പൽ ഒന്നിന് $20 ലക്ഷം വീതം ഈടാക്കാനുള്ള പദ്ധതി ഇറാൻ മുന്നോട്ട് വെച്ചതോടെയായിരുന്നു. ഇറാന്റെ നീക്കം സമുദ്ര ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമെന്ന് ട്രംപ് വാദിച്ചിരുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം ഹോർമൂസിലൂടെ പോയ ചില കപ്പലുകളോട് ഇറാൻ വലിയ തുക ഈടാക്കിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് നിർത്തി ഇറാൻ ഭരണകൂടത്തിനുള്ള പ്രധാന വരുമാന സ്രോതസ്സുകൾ അടയ്ക്കുക എന്നതും നാവിക ഉപരോധത്തിന്റെ ലക്ഷ്യമാണ്. രാജ്യഭേദമില്ലാതെ കപ്പലുകൾ തടയുമെന്ന US സെൻട്രൽ കമാൻഡിന്റെ മുന്നറിയിപ്പ് നയതന്ത്രത്തിന്റെ ഭാഷയല്ല, അത് ശക്തി പ്രദർശനത്തിന്റെ തുറന്ന വെല്ലുവിളിയാണ്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഹൃദയധമനിയായ ഈ വഴിയിലൂടെ ദിവസേന കടന്നു പോകുന്ന നൂറുകണക്കിന് കപ്പലുകൾ ഇനി രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിമകളാകുമോ എന്ന ആശങ്ക ഉയരുകയാണ്. ഹോർമൂസ് ഇന്ന് വെറും കടലിടുക്കല്ല. നാളെ അത് യുദ്ധഭൂമിയായി മാറിയാൽ അതിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങില്ല. ട്രംപിന്റെ ഈ നീക്കം ഇറാനെ തളർത്താനുള്ള ശ്രമമായി കാണപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഇത് ലോക സമ്പദ് വ്യവസ്ഥയുടെ നാഡിയെ പിടിച്ചുകെട്ടുന്ന അപകടകരമായ പരീക്ഷണമാണ്. ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾ, യൂറോപ്പിലെ വ്യവസായങ്ങൾ, ഏഷ്യൻ വിപണികൾ എല്ലാം ഈ തീരുമാനത്തിന്റെ തിരമാലയിൽ വിറങ്ങലിക്കും. എണ്ണവില കുതിച്ചുയരും, കടൽ വ്യാപാരം വൈകും, ഇൻഷുറൻസ് ചെലവുകൾ വർദ്ധിക്കും. ഇതൊക്കെ ചേർന്നാൽ ആഗോള വിപണിയിൽ ഒരു സാമ്പത്തിക കൊടുങ്കാറ്റിന് തുടക്കമാണ്. ഇത് വെറും സാമ്പത്തിക പ്രതിസന്ധിയല്ല, രാഷ്ട്രീയമായി കൂടി അപകടകരമാണ്. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ പോലും തടയുമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും സ്വതന്ത്ര നാവിഗേഷന്റെ അവകാശത്തെയും തുറന്ന് വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇതിലൂടെ അമേരിക്ക സ്വന്തം സഖ്യകക്ഷികളെയും സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇന്ന് ഇറാൻ, നാളെ മറ്റാരെങ്കിലും ഈ രീതിയിൽ ശക്തിപ്രയോഗം സാധാരണമായി മാറിയാൽ ലോകക്രമം തന്നെ തകരാം. ട്രംപിന്റെ ഈ തീരുമാനത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു മുന്നറിയിപ്പാണ്. ശക്തിയുടെ രാഷ്ട്രീയം വീണ്ടും ലോകത്തെ നയിക്കാൻ തുടങ്ങുകയാണ്. നയതന്ത്രം പരാജയപ്പെടുമ്പോൾ യുദ്ധം അടുത്തെത്തും. അതുകൊണ്ട് തന്നെ ഈ ഉപരോധം ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്നതല്ല, മൊത്തം ലോകത്തെ ഒരു അനിശ്ചിതത്വത്തിന്റെ അരികിലേക്കാണ് ഇത് തള്ളിവിടുന്നത്.